ഹലോ, ഇതൊരു കുഞ്ഞ് സ്റ്റേക്കേഷൻ വ്ളോഗാണ് കേട്ടോ. ഈ ഒരു സ്റ്റേക്കേഷൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മമ്മയ്ക്കും അമ്മാവനും അറിയില്ല നമ്മൾ സ്റ്റേക്കേഷന് പോകാന്നുള്ളത്. എന്തുകൊണ്ടാണെന്നല്ലേ, ഇറ്റ്സ് കോസ് നാളെ അമ്മാവൻ്റെ ബർത്ത്ഡേ ആണ് ആൻഡ് ഇതൊരു സർപ്രൈസ് സ്റ്റേക്കേഷൻ ആണ്. ഞാൻ അമ്മാവനോടും അമ്മമ്മയോടും പറഞ്ഞേക്കുന്നത് നമുക്ക് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിലി ഷോപ്പിംഗ് ഡേ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ കാക്കനാട് ജൂഡിയോയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ പോയി എന്തായാലും പോയല്ലേ, 2 ഡ്രസ്സ് എടുക്കാമെന്ന് ഓർത്ത് ഞാൻ 2 ഡ്രസ്സ് എടുത്തു. അമ്മാവനും എന്തോ ഒരു ഡ്രസ്സൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പലാരത്തിലേക്ക് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ റിസോർട്ടിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഇവർക്കറിയില്ല നമ്മൾ ഓൾറെഡി ഇവരുടെ ബാഗും ക്ലോത്ത്സ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ക്ലൂ ഇല്ല ഇങ്ങനെ ഒരു സ്റ്റേക്കേഷനെ കുറിച്ച്. പിന്നെ അമ്മമ്മയോട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അമ്മമ്മ ഒരു BBC ആണ്, എല്ലാവരോടും പറയും. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് സീക്രറ്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മമ്മയ്ക്കും ഇതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പലഹാരത്തിന് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ അമ്മാവൻ ചോദിച്ചു ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഒരു കട കണ്ടു, അടിപൊളി സാധനങ്ങളാണ്, വെറൈറ്റി ക്ലോത്ത്സ് ആണ്, ഓഫർ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എനിക്ക് പറ്റാവുന്ന ഫുൾ സ്കിൽസ് വെച്ച് ഞാൻ തള്ളിയിട്ടുണ്ട്. അപ്പോൾ അവരത് വിശ്വസിച്ച് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റിസോർട്ടിൻ്റെ മുൻവശം എത്തിയപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് അമ്മാവനോട് പറഞ്ഞു എന്നാൽ ഇങ്ങോട്ടേക്ക് കയറ്റിക്കോളാം, ഇതിനുള്ളിലേക്ക് കയറ്റിക്കോളാൻ പറഞ്ഞപ്പോൾ അമ്മാവൻ്റെ ഒരു സർപ്രൈസ്ഡ് ഹാപ്പി കൈൻഡ് ഓഫ് എ ഫേസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് അമ്മാവനേക്കാളും ഒക്കെ സർപ്രൈസ്ഡ് ആയിട്ട് വേറൊരാൾ ഇവിടെ ഉണ്ട്, അമ്മുമ്മ വാസ് വെരി ഹാപ്പി ബിക്കോസ് അമ്മുമ്മ ആസ് എ പേഴ്സൺ ഹു ലൈക്സ് ടു ഗോ ഫോർ ട്രാവൽ, ഇങ്ങനത്തെ സ്റ്റേക്കേഷൻസ് ട്രിപ്സ് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അമ്മാവൻ എന്തായാലും ഹാപ്പിയായി, അമ്മുമ്മ അതിലും ഹാപ്പിയായി. അതൊന്നും അറിഞ്ഞില്ലല്ലേ? അമ്മാവിന്റെ ഡ്രസ് എടുത്തിട്ടില്ല. ബ്രഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്ര നേരത്തെ ഏത് കടയാന്നൊക്കെ. ബൈ ദ വേ ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്നത് കടമക്കുടിയിലുള്ള നിഹാര റിസോർട്ട് ആൻഡ് സ്പായിലേക്കാണ് കേട്ടോ. ഇത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു റിസോർട്ട് സജസ്റ്റ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നപ്പോൾ ഹീ ഹെൽപ്പ് മീ ആൻഡ് സജസ്റ്റഡ് മീ ദിസ് പ്ലേസ്. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ ഇവിടെ എത്തി ഫൈനലി. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഈ സർപ്രൈസ് പൊളിഞ്ഞില്ല, കറക്റ്റായിട്ട് സൂപ്പറായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് റൂമിലേക്ക് പോകണം കേട്ടോ. 2 റൂംസ് ആയിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് റൂം വരുന്നത്. ഇറ്റ് സോ ബ്യൂട്ടിഫുൾ, വിൻറ്റേജ് വൈബും ഒരു എസ്തെറ്റിക് വൈബൊക്കെ ആയിരുന്നു റൂമിൽ. താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു കോമൺ സ്പേസും പിന്നെ ഒരു ചെറിയ ബാൽക്കണി പോലെ, ഗ്ലാസ് ബാൽക്കണി പോലെ ഒരു സാധനമായിരുന്നു. ആൻഡ് മുകളിലാണ് ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റൂംസ്. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും റൂംസൊക്കെ ഇഷ്ടമായി. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഒരു ബേ വിൻഡോ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമാണ് അവിടെ ഇരുന്ന്